യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, നടേശ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെ ഒക്കെ മറന്ന് കളിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ വർഷം ശശി തരൂർ എഴുതിയ പുസ്തകം എങ്കിലും കോൺഗ്രസ്സുകാർ വാങ്ങി വായിക്കട്ടെ. പ്രത്യേകിച്ച് ഖാർഗെയ്ക്ക് ഒരു കോപ്പി ഉടൻ തന്നെ എത്തിക്കേണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ നിരന്തരം ഈ സനാതന ധർമ്മത്തെ, നമ്മുടെ സംസ്കാരത്തെ ഇങ്ങനെ വിമർശിക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസിനുണ്ടാകാൻ പോകുന്നത്? ഞാൻ ആദരണീയനായ എം വി നടേശൻ സാറിന്റെ വാക്കുകളെ അങ്ങനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്യാനോ ഉള്ള അറിവുകളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വളരെ സശ്രദ്ധം അദ്ദേഹത്തിന്റെ മുഴുവൻ വാക്കുകളെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, സാറ്, അദ്ദേഹം ശശി തരൂരിന്റെ പുസ്തകത്തെ അങ്ങ് രാമചന്ദ്ര ഗുഹയുടെ മറ്റൊരു പുസ്തകമുണ്ട്, ഇതൊരു വലിയ പുസ്തകമാണ്, 1500 പേജുള്ളതാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. അത് മാതൃഭൂമി ബുക്സ് ആണോ അല്ലെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ എഴുതിയിട്ടുണ്ട്. ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ എന്ന പുസ്തകം വലിയ പുസ്തകമാണ്. താങ്കൾ അതൊന്ന് വായിക്കണം. അപ്പോൾ അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഇപ്പോഴത്തെ ആധുനിക ഇന്ത്യ ഉണ്ടായെന്നും അതിൽ കോൺഗ്രസിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ത് എന്നൊക്കെ അങ്ങേക്ക് കൂടി ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങയുടെ സനാതന ധർമ്മത്തിലെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ കുംഭമേളയെ കുറിച്ചുള്ള അങ്ങയുടെ അറിവിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങയുടെ മനസ്സിൽ നിന്ന് തികട്ടി വന്ന ആ കോൺഗ്രസ് വിരോധമുണ്ടല്ലോ, ആ കോൺഗ്രസ് വിരോധത്തിൽ ഞങ്ങൾ അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മുഗൾ ഭരണം 600 കൊല്ലം നീണ്ടു നിന്നു. ബ്രിട്ടീഷ് ഭരണം എന്തുകൊണ്ട് 200 കൊല്ലത്തിൽ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും മഹാത്മാഗാന്ധി എന്ന ഒരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയിൽ ഉദയം ചെയ്ത് ആ ഉദയത്തിൽ നിന്നുണ്ടായ സമരത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. അങ്ങ് പറയുന്നതോ അങ്ങ് പ്രതിദാനം ചെയ്യുന്നതോ ആയ ഒരു ആളുകളും ആ സമരത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് അവകാശം ഉന്നയിക്കുന്ന ആളുകൾ ആരും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു സാർ. ഇന്ന് നമ്മൾ കുംഭമേളയെ കുറിച്ചും ഇല്ലെങ്കിൽ സായിപ്പ് കുംഭമേളയ്ക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുന്നതിനുമൊക്കെയായി ഈ കുംഭമേളയൊക്കെ ഈ രാജ്യത്ത് നടക്കാനായി ഞങ്ങളൊരു 10-65 കൊല്ലക്കാലം സമരം ചെയ്തു. ആ സമരത്തിലൂടെയാണ് സാർ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായതും ഇന്ന് കാണുന്ന ഭരണഘടനയും ഇന്ന് കാണുന്ന സംവിധാനങ്ങളും ഇന്ന് കാണുന്ന രാഷ്ട്രവും ഒക്കെ ഉണ്ടായത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ പോലൊരു നേതാവ് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അങ്ങ് കളിയാക്കിക്കൊണ്ട് ഇവിടെ പറഞ്ഞത് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറിയൊന്ന് ഞങ്ങളല്ല പറഞ്ഞത്, അത് VS അച്യുതാനന്ദൻ. കമ്മ്യൂണിസ്റ്റുകാരനെ പറഞ്ഞത് അത് എടുത്തു കാണിക്കണ്ടേ? ഞങ്ങൾ സാർ ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ തറയുണ്ടാക്കിയത് ഞങ്ങളാണ് സാർ. ISRO ഉണ്ടാക്കിയത് ഞങ്ങളാണ് സാർ. ചാന്ദിപ്പൂരിൽ നിന്നും ബ്രഹ്മോസും അതുപോലുള്ള എന്താ പറഞ്ഞ മിസൈലുകളൊക്കെ വിക്ഷേപിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ ആളുകളൊക്കെ വന്നിരിക്കുന്നത്. ചന്ദ്രയാൻ ദൗത്യം അത് തുടങ്ങാനുള്ള കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ ISRO ആണ് സാർ. ചൊവ്വയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മളിപ്പോ കുംഭമേളയെ കുറിച്ച് സംസാരിക്കുന്നു. ആ കുംഭമേള ഇന്നോ ഇന്നലെയോ മെനിഞ്ഞാന്നോ അല്ല, അത് ഫ്രം ടൈം ഇമ്മമോറിയൽ തുടങ്ങിയ കുംഭമേളയാണ്. അത് സാർ, അതിൻ്റെ അകത്ത് ഭരണകൂടത്തിന് അവിടെ ഏക ഉത്തരവാദിത്വം സുരക്ഷ മാത്രം ഒരുക്കുക. അത് മാത്രമാണ് ഭരണകൂടത്തിന്റെ. ബാക്കി എല്ലാ കാര്യങ്ങളും അത് ദശാബ്ദങ്ങളല്ല, ശതാബ്ദങ്ങളല്ല, സഹസ്രാബ്ദങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ പോകുമ്പോഴാണ് സാറ് ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ 169 കിലോമീറ്റർ യാത്ര ചെയ്താൽ, അവിടുന്ന് 169 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുതിയ രാമജന്മ ക്ഷേത്രത്തിൽ കൂടി ചെല്ലാം എന്നുള്ളതാണ്. എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസത്തെ ബഹുമാന്യായ RSSന്റെ നേതാവ് എന്താ പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് ജാനുവരി മാസം 22 മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞ് 2024 ജാനുവരി മാസം 22-ാം തീയതിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ ഇപ്പോഴും തട്ടിവിടുമ്പോ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ അത് ഏത് രീതിയിൽ ഇല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ സനാതന ധർമ്മത്തെയോ ഹിന്ദു ധർമ്മത്തിന്റെ പ്രാധാന്യത്തെയോ അവിടെ പങ്കെടുക്കുന്ന സന്യാസി വര്യന്മാരുടെ
സാർ ഏത് മേളകളിലും വ്യാപാരം അതൊരു പ്രധാന ഘടകമല്ലേ? അതല്ലേ ഗുരുദേവൻ ശിവഗിരിയിൽ അദ്ദേഹത്തിന്റെ തീർത്ഥാടനത്തെ കുറിച്ച് പറഞ്ഞേ. അവിടെ വ്യവസായത്തെ കുറിച്ച് പഠിക്കണം, കൃഷിയെ കുറിച്ച് പഠിക്കണം, ശുദ്ധിയെ കുറിച്ച്, പഞ്ചശുദ്ധിയെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം അദ്ദേഹം അരുളി ചെയ്തിരിക്കുക. അപ്പം കുംഭമേള പോലെ 40 കോടി 50 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മേള അത് ആദ്യത്തെ സംഭവമല്ല. ആദ്യത്തെ സംഭവം എന്ന രീതിയിൽ ഇവിടെ യോഗി AICC പ്രസിഡന്റ് ചോദിച്ചത് ഈ ഗംഗാ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നടക്കുമ്പോൾ തൊഴിലില്ലായ്മ മാറുമോ ആണ് ചോദിച്ചത്. അടുത്ത സേനാപതി വേണു തൊഴിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. ഗംഗാ സ്നാനം നടത്തിയ തൊഴിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. കുംഭമേളയുടെ അതായത് MV നടേശൻ സാർ കൃത്യമായിട്ട് പറഞ്ഞു. അത് വ്യാപാരം, വാണിജ്യം എല്ലാം കൂടിച്ചേർന്നതാണ് അത്. അപ്പോൾ നോക്കൂ, എത്രയോ ലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുകയാണ്. ആ ഒരു മേഖല, ആ ഒരു ഏരിയ. ഞാൻ ആ കാര്യത്തെ ആ തൊഴിലിനെ കുറിച്ചല്ലല്ലോ. കുംഭമേളയിൽ വരുന്ന ആളുകൾ അവിടെ വ്യാപാരമോ അല്ലെങ്കിൽ തൊഴിലോ കച്ചവടമോ നടത്തി ആ തൊഴിലിനെ കുറിച്ചല്ലല്ലോ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. മല്ലികാർജുന ഖാർഗെ പറഞ്ഞത് പ്രതിവർഷം 2 കോടി പ്രതിവർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. ആ തൊഴിലിനെ കുറിച്ചാണ് മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. അതല്ലാതെ കുംഭമേളയിൽ ആളുകൾ വരുന്ന മാലവിക്കാൻ വരുന്നവരോ മനസ്സിൽ ഇതൊക്കെയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏത് ഖാർഗെയുടെ മനസ്സിൽ ഖാർഗെ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണെന്ന് എങ്ങനെയാ പറയണ്ടേ? ഒന്നുകിൽ അത് കൃത്യമായിട്ട് പറയണ്ട. അല്ലാതെ ഗംഗാ സ്നാനം ചെയ്താൽ പട്ടിണി മാറുമോ, ഗംഗാ സ്നാനം ചെയ്താൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയോടാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ല നമ്പ്യാരെ ചോദിച്ചത്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഇവിടെ മാഡം സൂചിപ്പിച്ച അല്ലെങ്കിൽ മാഡം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി പോകട്ടെ, കുംഭമേളയിൽ പോകട്ടെ. എന്താ രാഹുൽ ഗാന്ധി കുംഭമേളയിൽ പോകുന്നതിനുള്ള തടസ്സം എന്താ? അദ്ദേഹം പോയാൽ കുഴപ്പം ഇല്ല, പോണല്ലോ. രാമക്ഷേത്രത്തിൽ അല്ല, നിങ്ങള് അമിത്ഷാ മുങ്ങിയാൽ അമിത്ഷാ മാഡം പ്ലീസ് നിങ്ങള് അമിത്ഷാ പോകുന്നതും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും പോകുന്നതാണ് കുംഭമേള എന്ന രീതിയിൽ ഇതിനെ വരുത്തി തീർക്കുമ്പോഴാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിനെയും ഒക്കെയാണ്. ഞങ്ങൾ കുംഭമേളയെ അല്ല വിമർശിച്ചത്. ആ വിമർശനം അത് ഭരണകൂടത്തോടുള്ള വിമർശനമാണ്. ആ വിമർശനം ഞങ്ങൾ വിമർശിക്കുമ്പോൾ അതാണ് നേരത്തെ യുവരാജ് ഗോയലൂടെ പറഞ്ഞത്. നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വിമർശനം ഉന്നയിച്ചത് എന്നുകൂടി പരിശോധിക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. അല്ല, അത് നിങ്ങൾക്ക് വിമർശിക്കാമല്ലോ. ഞങ്ങൾ പറയുന്നു മല്ലികാർജുന ഖാർഗെ ചോദിച്ച ചോദ്യം ഇതാണ്. 2 കോടി ആളുകൾക്ക് പ്രതിവർഷം തൊഴില്. ഇന്ത്യയിലെ കൃഷിക്കാരന്റെ വരുമാനം അവന്റെ ചെലവിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 50 രൂപ ചെലവുള്ളവന് 150 രൂപ പ്രോഡക്റ്റിന് കിട്ടുന്ന ആ വരുമാനം വർദ്ധിപ്പിക്കും എന്ന് ഇന്ത്യയിലെ കൃഷിക്കാരോട് പറഞ്ഞ നിങ്ങൾ കോൺഗ്രസ് ഇവിടെ ഭരിച്ച സമയത്ത് നിങ്ങൾ തേനും പാലും ഒഴുക്കുകയായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ തുടരുമായിരുന്നില്ലേ? നിങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ജനങ്ങൾ മാറി ചിന്തിച്ചത്. അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതാ കുംഭമേളയുടെ പിതൃത്വം പോലും കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുക. ഞങ്ങളുടെ കാലത്താണ് ഇത് തുടങ്ങിയത്. 400 കിട്ടുമെന്ന് പറഞ്ഞവര് 240 എങ്ങനെയാ സാർ പോയത്? പാലും തേനും ഒഴുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 303 നിന്ന് മുകളിലോട്ടല്ലായിരുന്നു പോകേണ്ടത്. എങ്ങനെയാ താഴോട്ട് വന്നത്? അത് താഴോട്ട് വരാനുള്ള കാരണം 10 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയുടെ വോട്ട് ഭൂരിപക്ഷം 5,90,000 നിന്ന് 1,36,000 താഴ്ന്നു സാർ. അത് താഴാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾ പഠിക്ക്. ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾ വരുന്നു, നല്ല കാര്യം, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, യുവരാജ്, ഇപ്പോൾ കുംഭമേളയുടെ പിതൃത്വം പോലും കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്നാണ് സേനാപതി വേണു പറഞ്ഞു. അങ്ങനെയാണല്ലോ, അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല. പക്ഷേ യോഗി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നടത്തുന്നത് പോലെ ആയിരുന്നോ കുംഭമേള നടത്തിയിരുന്നത് എന്നുകൂടി പറയണമായിരുന്നു. താങ്കൾ അത് പറഞ്ഞില്ല. എങ്ങനെ ഒരു മിനിറ്റ് ഞാനത് കേട്ടില്ല. എന്നാ പറഞ്ഞേ? അല്ല, ഇപ്പോൾ 45-നും 50 കോടിക്കും ഇടയിൽ ആളുകൾ ഒഴുകിയെത്തുന്നു ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും, അല്ലേ? അവർക്ക് ഈ മേളയുടെ സംഘാടനത്തെക്കുറിച്ച്, നടത്തിപ്പിനെക്കുറിച്ച് ഒരു പരാതി പോലുമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നോ? ഇപ്പോൾ അല്ല, നുസ്രത് ജഹാൻ പറഞ്ഞത് കേട്ടല്ലോ താങ്കൾ. പണ്ട് ഇങ്ങനെ ആയിരുന്നോ?
അല്ലെന്നേ അല്ല, പണ്ട് വൃത്തിഹീനമായ പോലീസുകാർ ചുറ്റുപാടിലായിരുന്നു നടത്തിയിരുന്നത്. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് നിന്ന് ഇന്നിപ്പോ അല്ല, അങ്ങനെയാണോ? അന്ന് ഇന്നിപ്പോ ഇതെല്ലാം നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ടല്ലേ. അന്ന് എങ്ങനെയാ സുരക്ഷ ഒരുക്കുന്നത്? ഒരു ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഴയ ലാത്തിയും വടിയുമായിട്ട് നിൽക്കും, എന്നിട്ട് ഒരു മെസ്സേജുമായിട്ട് അപ്പുറത്തെ ആളുകൾ പോകും അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഇന്നിപ്പോ അതാണോ? ഇതെല്ലാം CCTV അല്ല, 2014 വരെ അങ്ങനെയായിരുന്നോ? കാലം പുരോഗമിച്ചു സാർ, ലോകം പുരോഗമിച്ചു, അതിനുള്ള മാറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു. അതല്ലാതെ അത് മോദിയുടെ ലോകം പുരോഗമിച്ചത് 2014 ശേഷമാണോ? അടുത്ത ഗവൺമെന്റ് വരുമ്പോ 144 വർഷത്തിൽ നമ്മളില്ല. പക്ഷെ അടുത്ത 12 വർഷം കഴിഞ്ഞ് വരുമ്പോ അന്ന് ഉണ്ടാകുന്ന ഗവൺമെന്റ് ഇതിലും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടത്തും. അങ്ങനെ ആ ലോകത്തെല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അങ്ങനെയേ നടന്നിട്ടുള്ളൂ, അങ്ങനെയേ നടക്കുകയുള്ളൂ. അതല്ലാതെ ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, ഞങ്ങളുടെ മാത്രം ഗുണമാണ് എന്ന് പറയുന്നത് ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ എന്തായാലും പുറത്തു വന്നു എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്നുള്ളത്. മേള അല്ല, കുംഭമേള ഇത്രയും എന്താ പറയണ്ടേ, അതിനൊരു ആഗോള പ്രശസ്തി അല്ലെങ്കിൽ വലിയൊരു പ്രചാരം ലഭിക്കുന്നു, അതിലുള്ള അസൂയ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാർഗയുടെ നാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ് എനിക്ക് കുംഭമേളയുടെ പ്രചാരം എന്ന് പറയുന്നത്. അത് BJPയുടെ സംഘപരിവാറിന്റെയോ വല്ലോ എന്താ പറഞ്ഞേ, അവരുടെ മുതൽ വല്ലോ ആണോ? അല്ലല്ലോ. ശരി യുവരാജ് മറുപടി പറയട്ടെ. കച്ചവടക്കാരല്ല RSS BJPയും. അതാണ് ഞങ്ങൾ പറയുന്നത്. സനാതന ധർമ്മത്തെ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? വിദേശത്ത് പോയി രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും പറയുന്നു, കുറ്റപ്പെടുത്തുന്നു. സ്വദേശത്ത് AICC അധ്യക്ഷൻ വിമർശിക്കുന്നു. ധർമ്മത്തിന്റെ മറവിൽ നടക്കുന്ന നിങ്ങൾ ഈ സനാതന ധർമ്മത്തെ അല്ലാതെ മറ്റേതെങ്കിലും മതങ്ങളെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഹജ്ജിന് പോകുന്നവരെ കളിയാക്കാൻ ഖാർഗെയുടെ നാക്ക് പൊങ്ങുമോ? പൊങ്ങില്ല. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കൾക്കും അതറിയാം. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിക്കുന്നത്.